സ്റ്റൂ ആണ് കേട്ടോ. പൊട്ടറ്റോ സ്റ്റൂ സാധാരണ രീതിയിൽ സദ്യയിൽ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിന്റെ കൂടെ, ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ പൊട്ടറ്റോ സ്റ്റൂ കഴിക്കാറുണ്ട്. പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സദ്യയിൽ കിട്ടുന്നത് കുറച്ച് തിക്കായിട്ടായിരിക്കും ഇരിക്കാം. നമ്മൾ ഇലയിലൊക്കെ വിളമ്പുമ്പോൾ അവിടെ തന്നെ നിൽക്കണം, ഒലിച്ചു പോവാതെ, ആ ഒരു രീതിയിൽ. പക്ഷെ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുന്ന പൊട്ടറ്റോ സ്റ്റൂ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലൂസ് ആയിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി റെസിപ്പി എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ സ്റ്റൂവിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ വെജിറ്റബിൾ സ്റ്റൂവിന്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ കാണാത്തവര് കണ്ടു നോക്കിക്കോളാട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ 3/4 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ എന്തെങ്കിലും കേടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാട്ടോ. ഇനി നമുക്കിത് മുറിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൂ എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ കഷ്ണങ്ങൾ വേണ്ട, എന്നാലും അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിരിക്കണം. ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഉരുളക്കിഴങ്ങും തൊലി കളഞ്ഞിട്ട് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ഉരുളക്കിഴങ്ങും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവോള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ മുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 3 പച്ചമുളകാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് ഈ ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി, ഒരുപാട് വെള്ളം വേണ്ട. പിന്നെ നമ്മൾ 2ാം പാലൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2ാം പാലിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് വേവിച്ചെടുക്കാം. പക്ഷേ 2ാം പാലിൽ വേവിച്ചെടുക്കുമ്പോൾ പിരിഞ്ഞ പോലെയൊക്കെ ഇരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ വെള്ളത്തിൽ വേവിച്ചെടുക്കണത്. വെള്ളപ്പം ഇത് മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ 1 വിസിൽ വരണ വരെയാണ് കേട്ടോ വേവിച്ചെടുക്കണത്. ഉരുളക്കിഴങ്ങ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവണം കേട്ടോ. നമ്മൾ എടുക്കണ ഉരുളക്കിഴങ്ങിനനുസരിച്ച് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഇതിലുള്ള വെള്ളമില്ലേ അതൊന്ന് വറ്റിച്ചെടുക്കാം. കുക്കർ തുറന്നപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്, ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളിച്ചെണ്ണയുടെ ഒക്കെ. അതായത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് മാഷ് ചെയ്തെടുക്കണം. എല്ലാ ഉരുളക്കിഴങ്ങും മാഷ് ചെയ്തെടുക്കരുത്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ മാഷ് ആയിട്ട് വന്നോളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു വലിയ നാളികേരം എടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ്. 1.5 കപ്പ് 2ാം പാലും എടുത്തു, അതുപോലെ 3/4 കപ്പ് 1ാം പാലും എടുത്തു. അതായത് നല്ല കട്ടിയുള്ള പാല്. ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് 2ാം പാല്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി ഒന്ന് വരട്ടെ കേട്ടോ. കുറച്ചൊന്ന് വറ്റി വരട്ടെ. പൊട്ടറ്റോ സ്റ്റൂ ഒക്കെ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നാളികേരപ്പാൽ വേണം. അപ്പോൾ തന്നെയാണ് സ്റ്റൂ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ടിൻഡായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് കിട്ടില്ലേ, അതും ചേർത്ത് കൊടുക്കുക. പക്ഷെ അതാകുമ്പോൾ അവസാനം 1ാം പാലായിട്ട്, അതായത് നല്ല തിക്കായിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 2ാം പാലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ സദ്യക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കണം പൊട്ടറ്റോ സ്റ്റൂല്, അത് കുറച്ചും കൂടി തിക്കായിരിക്കും. അതായത് ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒലിച്ചു പോകാത്ത ആ ഒരു രീതിയിൽ അത്രയ്ക്ക് തിക്നെസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ സാധാരണ ചപ്പാത്തിയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഉണ്ടാക്കണ പൊട്ടറ്റോ സ്റ്റൂ എന്ന് പറയുന്നത് കുറച്ച് ലൂസായിട്ടായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതെങ്ങനെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് എടുക്കണത്, ഭയങ്കര തിക്കായിട്ടല്ല. അപ്പോൾ നാളികേരപ്പാലിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി. ഇത്രയ്ക്ക് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെന്ന് വെച്ചാൽ.
ഇപ്പോൾ സദ്യ സ്റ്റൈലിൽ തയ്യാറാക്കുന്ന പൊട്ടറ്റോ സ്റ്റൂ ആണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് 2 പാലും 1/2 കപ്പ് 1 പാലും മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് 1 പാല് ചേർത്ത് കൊടുക്കണം. അതായത് നല്ല തിക്കായിട്ടുള്ള പാല്. 1 പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിപ്പോൾ തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് വരാനൊക്കെ സാധ്യതയുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് എടുത്താൽ മാത്രമാണ് അത്യാവശ്യം എന്താ പറയുക കുറച്ച് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി വെച്ച് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പൊട്ടറ്റോ സ്റ്റൂ ഒക്കെ തയ്യാറാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവണം. അപ്പോൾ തന്നെയാണ് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പൊട്ടറ്റോ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കണത് ഇത്. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അത്യാവശ്യം നന്നായിട്ട് എരിവുണ്ടാകുമ്പോൾ തന്നെയാണ് കഴിക്കാനും കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പൊട്ടറ്റോ സ്റ്റൂ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാളികേരപ്പാലിൻ്റെ, ഇഞ്ചിയുടെ, കറിവേപ്പിലയുടെ, പച്ചമുളകിൻ്റെ, വെളിച്ചെണ്ണയുടെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട്